ഉയരുന്നു. സർവനന്മയായ ദൈവത്തിന്റെ സ്പർശന സുഖം തലോടൽ പ്രപഞ്ചത്തെ പുളകിതയാക്കി. താൻ സൃഷ്ടിച്ചതെല്ലാം നന്നായിരിക്കുന്നുവെന്ന് കണ്ട് ദൈവം സന്തോഷിച്ചു. തിന്മയുടെ കണിക പോലും ഇല്ലാതിരുന്ന ഭൂമിയിൽ നന്മയുടെ ചിറക് വിരിഞ്ഞ് സ്വർഗീയ പറുദീസയായി തീർന്നു. ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ ദൈവമാകാൻ ശ്രമിച്ചപ്പോൾ നന്മയുടെ നിറവായിരുന്ന ഭൂമി തിന്മയിൽ അന്ധകാരഭൂതമായി. സ്വാതന്ത്ര്യം ഭയത്തിനും അനുസരണക്കേടിനും, സഹതാപം അസൂയയ്ക്കും, സ്നേഹം പകയ്ക്കും വിദ്വേഷത്തിനും, പ്രത്യാശ നിരാശയ്ക്കും, മനുഷ്യത്വം നിരീയതയ്ക്കും വഴിമാറി കൊടുത്തപ്പോൾ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിൽ നന്മയെ തിന്മ കീഴ്പ്പെടുത്തുകയായിരുന്നു. നമ്മുടെ ആദ്യ മാതാപിതാക്കളിൽ ആരംഭിച്ച സ്വാതന്ത്ര്യ ദുർവിനിയോഗത്തിന്റെ കഥ ഇന്ന് നമ്മിൽ തുടരുന്നു. ഭൗതിക വികസനത്തിന്റെ ഉന്നതഗിരിയിലായിരിക്കുന്ന ആധുനിക മനുഷ്യൻ ദൈവനിഷേധവും സ്നേഹരാഹിത്യവും വഴി തന്റെ മൃഗീയ സ്വഭാവത്തിലേക്ക് തിരിച്ചുപോയിക്കൊണ്ടിരിക്കുന്നു. പണത്തിനും സ്ഥാനമാനങ്ങൾക്കുമായി മോഷണവും തട്ടിപ്പും തൊഴിലാക്കി കൊള്ളയും കൊലയും നടത്തി സ്വയം വമ്പന്മാരാണെന്ന് നടിക്കുന്നവർ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ഭാര്യയെന്നോ മക്കളെന്നോ ചിന്തിക്കാതെ അക്രമാസക്തരായി കുടുംബം തകർത്തുകൊണ്ടിരിക്കുന്നവർ, ദൈവത്തിന്റെ ദൗത്യവാഹകരായി ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവർ ആധുനിക മാധ്യമങ്ങളുടെ കീഴിലകപ്പെട്ട് സ്വയം നശിക്കുകയും യാഥാർത്ഥ്യബോധം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. പൈശാചിക ചിന്തകൾ ആത്മാവിനെ ഭരിച്ചപ്പോൾ നന്മയെന്തെന്ന് ഇവർ അറിഞ്ഞില്ല. ദൈവം നൽകിയ ദാനങ്ങൾ ചെകുത്താന് തീരെഴുതി കൊടുത്ത അവിവേകികളാണവർ. തിന്മയുടെ നടുക്കടലിൽ മുങ്ങിത്താഴുന്ന അവർക്കും മാനസാന്തരത്തിന് ആഗ്രഹമില്ലേ? നിരാശയുടെ പടുകുഴിയിൽ വഴുതി വീണ അവരിൽ പ്രതീക്ഷയുടെ കിരണം ചൊരിയാൻ, തിന്മയുടെ നീരാളി പിടുത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ നമുക്കും കടമയില്ലേ? വിശുദ്ധിയുടെ വഴി നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയാത്ത വിധം കുഞ്ഞായിരിക്കുന്ന അവരെ കൈപിടിച്ച് നടത്തേണ്ടവർ നാം അല്ലാതെ മറ്റാരാണ്? ഒന്ന് നിൽക്കൂ, ഒരു നിമിഷം ചിന്തിക്കും. ഈ ലോകവും നിങ്ങളുടെ നേട്ടങ്ങളായിട്ട് നിങ്ങളെ കൈവിടും. സമയത്തെ ഓർക്കൂ. നിങ്ങൾ എവിടെ പോകും? ആര് നിങ്ങൾക്ക് അഭയം തരും? ഈ ലോക സന്തോഷങ്ങളിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. ഒരു നമുക്ക് നന്മയെ തേടിയിറങ്ങാം. പാപത്തെ ജയിച്ച് മരണത്തെ കീഴടക്കിയ ഉദ്ധിതനായ യേശുവിൽ നമുക്ക് അഭയം കണ്ടെത്താം. യേശുവിൻ്റെ സ്നേഹസ്പർശത്താൽ തിന്മയുടെ പടിമുഴിയിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റവളായിരുന്നു മഗ്ദലന മറിയം. യേശുവിൽ നിന്ന് നുകർന്ന സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അനുഭവം രാത്രിയുടെ ഇരുണ്ട നിമിഷങ്ങളിലും പ്രത്യാശയോടെ യേശുവിനെ തേടിയിറങ്ങുവാൻ അവൾക്ക് ശക്തി നൽകി. മഗ്ദലേന മറിയത്തെ പോലെ നമുക്കും ഉണർന്നെഴുന്നേൽക്കാം. സ്നേഹത്താൽ നിറഞ്ഞവരാകാം. യേശു ചൈതന്യത്താൽ പ്രചോദിതരാകാം. സ്നേഹം മറിയത്തെ നീക്കുന്നുവെന്ന് കാണിച്ചു തന്ന മഗ്ദലേന മറിയത്തെ പോലെ നമുക്കും ധീരതയോടെ തിന്മയെ കീഴടക്കി
പാപത്തെ ജയിച്ച് ഉത്തിതനായ യേശുവിനെ തേടിയിറങ്ങാം, കണ്ടെത്താം, സ്വന്തമാക്കാം, അനുഭവിക്കാം. അങ്ങനെ ഒരിക്കലും അവസാനിക്കാത്ത സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നവരാകാം. മറിയത്തോടുകൂടെ ഞാനും ഉത്തിതനെ കണ്ടുവെന്ന് നമുക്ക് പ്രഘോഷിക്കാം.